The immune response is how your body recognizes and defends itself against bacteria, virus and substance that appear foreign and harmful. സ്വന്തം ശരീരത്തിനെതിരെ അല്ല അത് വർക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും ബാക്ടീരിയ വൈറസോ ഫോറിൻ സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് പറയുന്നത്. അത് രണ്ട് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുക. ഒന്ന് അത് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യും. ആൻറ്റിബോഡിയുടെ വേറൊരു പേരാണ് ഹ്യൂമോറൽ ഒരു ബോഡി ഫ്ലൂയിഡ്. അതിന് ഷോർട്ടായിട്ട് HMI എന്ന് പറയും. ഹ്യൂമോറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഓർ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. രണ്ടാമത് അത് വർക്ക് ചെയ്യുന്നത് വേറെ രീതിയിലാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഓർ CMI. ഇവിടെ ആ രോഗപ്രതിരോധ ശേഷി തരാൻ കാരണം സെൽസ് ആണ്. അത് T സെൽസ് ആയിരിക്കാം. ഇവിടെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത് ബി ലിംഫോസൈറ്റ് ആണ്. അതുകൊണ്ട് ഇതിനെ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് പറയും. ഇതിനെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് പറയും. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ബാക്ടീരിയോ വൈറസോ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ സോ ദിസ് ഈസ് ദ ആൻറ്റിജൻ. ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബാക്ടീരിയോ വൈറസോ ഒക്കെ ആണെങ്കിൽ ബ്ലഡ് സ്ട്രീമിലേക്ക് വന്ന ഉടനെ ഈ ആൻറ്റിജൻ ഇറ്റ്സ് റിലീസ് എ കെമിക്കൽ. ബ്ലഡ് സ്ട്രീമിൽ വന്നിട്ട് ഒരു കെമിക്കൽസ് റിലീസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് റിലീസ് ചെയ്ത ഉടനെ ശരീരത്തിലെ കോശങ്ങൾ, നമ്മൾ സാധാരണ ഇപ്പോൾ ബോർഡറിലൊക്കെ നുഴഞ്ഞ കെട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ, അതേപോലെ ഇൻഫർമേഷൻസ് പെട്ടെന്ന് തന്നെ പാസ് ചെയ്യും ഇങ്ങനെ ഇൻഫിൽട്രേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഗാഡ് സെൽസ് ഒരുപാടുണ്ട്. നമ്മുടെ ശരീരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 24 hours സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സോൾജിയർ സെൽസ് ഉണ്ട്. അതിൻ്റെ പേരാണ് ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് എന്ന് പറയുന്നത്. ഈ സെൽസ് അപ്പോൾ ശരീരത്തിൽ ആരൊക്കെയാണ് എൻ്റർ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് എൻ്റർ ചെയ്യുന്നത്, കംപ്ലീറ്റ് വാച്ചിങ് ഈ സെൽസ് ശരീരത്തിൽ മുഴുവനും നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ആൻറ്റിജൻ വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഓടിപ്പോയിട്ട് ഈ സെൽസ് എന്ത് ചെയ്യും, ബ്ലഡ് സ്ട്രീമിലൂടെ അവിടത്തേക്ക് എത്തിയിട്ട് ഈ ആൻറ്റിജനെ എൻഗൾഫ് ചെയ്യും. ഇതേപോലെ സെക്കൻഡ് ഫേസ് എൻഗൾഫ് ചെയ്തതിന് ശേഷം ഈ ആൻറ്റിജനെ ബാക്ടീരിയോ വൈറസിനെ കംപ്ലീറ്റ് ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റും. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റും. അപ്പോൾ ഒരു ഓർക്കേണ്ട ഒരു പോയിന്റ് പറഞ്ഞാൽ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിൻ്റെ അതിൻ്റെ ആസ് എ ഹോൾ ഈസ് നോട്ട് എ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ ചില കോട്ടിങ്ങുകളായിരിക്കും. ആ ബാക്ടീരിയയുടെ പുറമേയുള്ള കോട്ടിങ്, പ്രോട്ടീനോ അല്ലെ വൈറസിൻ്റെ പ്രോട്ടീനൊക്കെയാണ് ശരിക്കും എന്തുണ്ടാക്കുന്നത്, ഈ രോഗം ഉണ്ടാക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഒരു ബാക്ടീരിയ ഒരു വൈറസിൻ്റെ 99% ചിലപ്പോൾ നോൺ ആൻറ്റിജനിക് ആയിരിക്കും. നോൺ ആൻറ്റിജനിക് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് കോസ് എനി ഇൻഫ്ലമേഷൻ ഓർ ഇൻഫെക്ഷൻ ടു ദ ബോഡി. അതിൽ 1% ആയിരിക്കും ചിലപ്പം രോഗം ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ളത്. ആ രോഗം ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ളത് അതിന് രോഗം ഉണ്ടാക്കാൻ കഴിവുള്ള അതിനെ ആദ്യം ഈ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് വേർതിരിക്കും. ക്ലിയർ? ഇതിനാണ് ആൻറ്റിജൻ ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അതിനെ ഇതിൻ്റെ മുകളിൽ ഈ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിൻ്റെ മുകളിൽ പ്രസൻറ്റ് ചെയ്യും, മുകളിൽ എടുത്തു വെക്കും. ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ളത് സിഗ്നൽ കൊടുക്കും എല്ലാ ആൾക്കാർക്കും. ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, ആ സിഗ്നൽ കൊടുക്കുകയാണ് ഈ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിൻ്റെ ധർമ്മം. അപ്പം അങ്ങനെ ഒരു ഇൻഫർമേഷൻ അലാമിങ് സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് ഒരു മണിയൊക്കെ അടിക്കുന്ന പോലെ ഇല്ലേ, കൂട്ടമണിയൊക്കെ അടിക്കുന്ന പോലെ ഒരു ഇൻഫർമേഷൻ കൊടുക്കും, അല്ലെങ്കിൽ വിസിലടിക്കുന്ന പോലെ ഒരു ഇൻഫർമേഷൻ കൊടുക്കും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു അലാമിങ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു സെല്ലുണ്ട്, ഇതിൻ്റെ പേരാണ് T സെൽസ് എന്ന് പറയുന്നത്, T ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ഈ ലിംഫോസൈറ്റ് ഈ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിൻ്റെ അടുത്തേക്ക് വരികയും ഇവിടെ ഓൾറെഡി അതിൻ്റെ ആൻറ്റിജൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ, ഈ ബാക്ടീരിയയുടെ അല്ലെ വൈറസിൻ്റെ ആൻറ്റിജൻ്റെ ചെറിയൊരു ഫ്രാഗ്മെൻ്റ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതിനെ ഈ T സെൽസ് ഇതിനെ തിരിച്ചറിയുകയും അപ്പോൾ ഈ T സെൽസ് സ്റ്റിമുലേറ്റീവ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഈ T സെൽസ് ഒരുപാട് കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുകയും ഈ കെമിക്കൽസ് ഒക്കെ പോയിട്ട് ഓൾറെഡി ശരീരത്തിലേക്ക് കയറി വന്ന ധാരാളം ബാക്ടീരിയ വൈറസ്, ലക്ഷക്കണക്കിന് ബാക്ടീരിയ വൈറസ് ഉണ്ടാവും, അതിനൊക്കെ നിർവീര്യമാക്കുകയും ചെയ്യും. അതിന് പല മെത്തേഡുകളുണ്ട്. ഇതാണ് അതിൻ്റെ പ്രിലിമിനറി സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നുകൂടെ പറയാം, ആൻറ്റിജൻ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഈ ആൻറ്റിജൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബാക്ടീരിയ വൈറസോ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിനെ അതിനെ എൻഗൾഫ് ചെയ്യുകയും അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. മേക്ക് ദം ഇമ്മ്യൂണോജനിക് എന്ന് പറയും, ആക്കി മാറ്റുകയും അതിൻ്റെ ചെറിയ ഫ്രാഗ്മെൻറ്റ്സിനെ
എന്ത് ചെയ്യും, ഇതിൻ്റെ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസിൻ്റെ സർഫസിൽ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി സെൽസിന് ബാക്കിയുള്ള വേറൊരു സെല്ലുണ്ട് ടി ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞ സെൽസ് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ഈ സെൽസ് പ്രത്യേകതരം കെമിക്കൽസ് ഉൽപ്പാദിപ്പിച്ച് ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിലൂടെ ഒരു മെത്തേഡ് നോക്കാം. ശരീരം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? രണ്ട് രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. ഇത് ബാക്ടീരിയ നേരെ ഇതൊരു മെത്തേഡാണ് പറയുന്നത്. ബാക്ടീരിയ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്തു, ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ ഇവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും, ഈ പോയിന്റിൽ ഇവിടെ ബൈൻഡ് ചെയ്യും. ഇതാണ് ബി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ഇതിനതിൻ്റെ ആൻറ്റിബോഡിയാണ്. ഈ ആൻറ്റിബോഡിയുടെ മുകളിലാണ് ഈ ബാക്ടീരിയ സെൽസ് പോയിട്ട് ബൈൻഡ് ചെയ്യുക. ബൈൻഡ് കഴിഞ്ഞാൽ ഈ ബി സെൽസ്, ബി ലിംഫോസൈറ്റ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയും. ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, ഒരുപാട് ഡിവൈഡ് ചെയ്യും. സ്റ്റാർട്ട് ഡിവൈഡ് ഇൻ എ ഫാസ്റ്റർ റേറ്റ്, ദാറ്റ് ഇസ് കോൾഡ് ക്ലോണൽ പ്രോളിഫറേഷൻ എന്ന് പറയും. ധാരാളം ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ബി ലിംഫോസൈറ്റ് ഉണ്ടാവുകയും അതിൽ കുറച്ചെണ്ണം മെമ്മറി ബി സെൽസ് ആയിട്ട് മാറും. അപ്പം അങ്ങനെ ഒരുപാട് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബി സെൽസ് ഒക്കെ എന്ത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും? ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ഈ ആൻറ്റിബോഡീസ് ശരീരത്തിലേക്ക് എൻറ്റർ ചെയ്ത ബാക്കിയുള്ള ബാക്ടീരിയ വൈറസിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യും. ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ശേഷം കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യും. ദിസ് ഈസ് ദ ഹ്യൂമോറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഓക്കെ, സിമ്പിളാണ് സ്റ്റെപ്പ്. ആൻറ്റിബോഡി ശരീരത്തിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബി ലിംഫോസൈറ്റ് നമ്മളുള്ളത് അറ്റാച്ച് ചെയ്യും. ബി ലിംഫോസൈറ്റ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു വിഭാഗം അത് രണ്ട് വിഭാഗമായിട്ട് മാറും. മെമ്മറി ബി സെൽസ് ആയിട്ട് മാറും. രണ്ടാമത്തത് ആൻറ്റിബോഡി പ്രൊഡ്യൂസിങ്, ഇതിനെ പ്ലാസ്മ സെൽസ് എന്ന് പറയുന്നത്. കറക്റ്റിൽ പ്ലാസ്മ സെൽസ് എന്ന് പറയും. പ്ലാസ്മ സെൽസ് ആണ് ഒരുപാട് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുകയും ഈ കടന്നു വന്ന ബാക്ടീരിയനെ കംപ്ലീറ്റ് നിർവീര്യമാക്കുകയും ചെയ്യും. ഇതാണ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയോ വൈറസിനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നേരത്തെ തൊട്ട് മുന്നത്തെ പറഞ്ഞ സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ ഇതൊരു മാക്രോഫേജ് ആണ്. ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് എന്ന് പറയുന്നത് മാക്രോഫേജ്. അതിനെ ഉള്ളിലേക്ക് എൻഗൾഫ് ചെയ്യുകയും അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയും ഇവിടെ അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും മാക്രോഫേജ്. എന്നിട്ട് അതിനെ ഹെൽപ്പർ ടി സെൽസ് എന്ന് പറഞ്ഞ സെൽസിലേക്ക് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ ആൻറ്റിജന് ഈ ടി ഹെൽപ്പർ സെൽസ് റെക്കഗ്നൈസ് ചെയ്യും. അങ്ങനെ അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഈ ടി ഹെൽപ്പർ സെൽസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും അത് രണ്ട് ടൈപ്പിൽ സെൽസ് ആയിട്ട് മാറും. ദാറ്റ് ഇസ് കോൾഡ് സൈറ്റോടോക്സിക് സെൽസും മെമ്മറി സെൽസ് ടി സെൽസ് ആയിട്ട് മാറും. വേറൊരു വിഭാഗമുണ്ട് സപ്രസർ സെൽസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സെല്ലും കൂടി ഉണ്ട്. ഇതിൽ 3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് ഇതാണ്. ബാക്ടീരിയ വൈറസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് മാക്രോഫേജ് അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് ടി ഹെൽപ്പർ സെൽസിന് കൊടുക്കും. ടി ഹെൽപ്പർ സെൽസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടത് ടി സെൽസ് എന്ത് ചെയ്യും, രണ്ട് സെൽസ് ആയിട്ട് വേറെ മാറിപ്പോഴും. സൈറ്റോടോക്സിക് സെൽസും മെമ്മറി സെൽസും പിന്നെ ഒരു ടി സപ്രസർ സെൽസ് ആയിട്ട് മാറും. സപ്രസർ സെൽസിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വൈറസിനെതിരായിട്ട് ഇൻഫെക്ഷൻ ഓവറായിട്ട് പോകാതെ നോക്കുക, എപ്പോഴും ഒരു കൺട്രോൾ ലിമിറ്റിൽ നിർത്തുക എന്നുള്ളതാണ് സപ്രസർ സെൽസിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ എപ്പോഴും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കോശത്തിൻ്റെ ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ എത്തുന്ന സമയത്താണ്. ഇതാണ് ഇൻഫെക്റ്റഡ് സെൽസ് എന്ന് പറയുന്നത്. ബാക്ടീരിയോ വൈറസ് ഒരു സെൽസിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കോശത്തിനെ മൊത്തം നശിപ്പിച്ച കളിയിലാണ് ആകെയുള്ള ഒരു രക്ഷ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉപയോഗിക്കുന്നത്. ഇത് ബി സെൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത് ബ്ലഡ് സ്ട്രീമിൽ, രക്തത്തിൽ ബാക്ടീരിയോ വൈറസോ വന്നു കഴിഞ്ഞാൽ, കാരണം ഈ ആൻറ്റിബോഡി കാണുന്നത് രക്തത്തിലാണ്, അപ്പോൾ അതിനെതിരെ പെട്ടെന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ രണ്ടിൻ്റെയും വർക്കിംഗ് സിസ്റ്റം ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി എപ്പോഴും വർക്ക് ചെയ്യുന്നത് when the virus or bacteria or pathogens are in the bloodstream. Cell mediated immunity work ചെയ്യുന്നത് when the bacteria or virus pathogens enters inside the cells, then that cell has to be
ഡിസ്ട്രോയിഡ്. അതിനുവേണ്ടി സഹായിക്കുന്നതാണ് സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ വേറെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് അത്ര കോംപ്ലക്സ് ഒന്നുമല്ല. ഇതിന് ടോപ്പിൽ എഴുതിയിട്ടുണ്ട് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹ്യൂമോറൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി പറയാം. ഇത് നോക്ക്, ജസ്റ്റ് സിമ്പിളാണ്. ഫ്രീ ആൻറ്റിജൻ എൻ്റർ ചെയ്യുന്നു, ബി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ബി ലിംഫോസൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ബി സെൽസ് എന്ത് ചെയ്യും? 2 സെല്ലായിട്ട് മാറും. പ്ലാസ്മ സെൽസും പിന്നെ മെമ്മറി സെൽസ് ആയിട്ട് മാറും. മെമ്മറി സെൽസ് സ്റ്റോർ ചെയ്ത് വെക്കുക ഇൻഫർമേഷൻ, ഒരുപാട് ആൻറ്റിബോഡീസ് ഉത്പാദിപ്പിക്കും. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഇവിടെ ആൻറ്റിജൻ നേരെ വന്നിട്ട് സൈറ്റോടോക്സിക് സെൽസിന്, ചില ആൻറ്റിജന് ഡയറക്റ്റ് ആയിട്ട് സൈറ്റോടോക്സിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ സൈറ്റോടോക്സിക് സെൽസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആക്റ്റീവ് സൈറ്റോടോക്സിക് സെൽസും പിന്നെ മെമ്മറി സെൽസ് ആയിട്ട് മാറും. ഇത് പാത്തോജൻസിനെ എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്യും. അല്ലെങ്കിൽ ഇതിൽ ചില ബാക്ടീരിയ വൈറസിനൊക്കെ ചില പാത്തോജൻസിനെ ബി സെൽസിനും ടി സെൽസിനും ഡയറക്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ആരുടെ സഹായം വേണം? മാക്രോഫേജസിൻ്റെ സഹായം വേണം. ഓക്കെ, അപ്പോൾ മാക്രോഫേജ് ഈ ആൻറ്റിജനെ എൻഗൾഫ് ചെയ്യുകയും അതെന്നിട്ട് എന്ത് ചെയ്യും? ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസിന് കൊടുക്കുകയും ചെയ്യും. അതിനെ ഘടകങ്ങളാക്കി മാറ്റി ആൻറ്റിജനിക് ആക്കി മാറ്റി ടി ഹെൽപ്പർ സെൽസിന് സബ്മിറ്റ് ചെയ്യും. മൈക്രോഫേജ് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസിന് കൊടുക്കും. അത് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് ടി ഹെൽപ്പർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ ടി ഹെൽപ്പർ സെൽസ് ഒന്നുകിൽ സൈറ്റോടോക്സിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം. എവിടെയും മെമ്മറി സെൽസ് അല്ലെങ്കിൽ മെമ്മറി ടി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം. മെമ്മറി ടി സെൽസ് ഒന്നുകിൽ അത് ബി മെമ്മറി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം, എന്നിട്ട് അവിടുന്ന് പ്ലാസ്മ സെൽസ് ഫോം ചെയ്യാം. അല്ലെങ്കിൽ മെമ്മറി ടി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം, എന്നിട്ട് സൈറ്റോടോക്സിക് ടി സെൽസ് ഫോം ചെയ്യാം.